ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ 2 ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രൊമോ നമ്മളെ കുറച്ചൊക്കെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നൊന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടിയ പ്രൊമോയിലെ പല ഭാഗങ്ങളും എപ്പിസോഡിൽ കാണാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ പ്രധാന സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരു സസ്പെൻസ് പോലെ നിർത്തുന്നതുമാകാം. എങ്കിലും നമ്മൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പിസോഡുകളിൽ. അതൊന്നും ഇപ്പോഴും അങ്ങ് എത്തിയിട്ടില്ല. ഒന്നിനും ഉത്തരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇന്ന് വന്ന പ്രൊമോ നോക്കുകയാണെങ്കിൽ പോലും വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്രൊമോയാണ് ഇന്നും വന്നിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊരു വ്യക്തത തരുന്നില്ല. ഒരുപക്ഷെ പ്രൊമോയുടെ രീതികൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ പ്രൊമോ നമുക്ക് ഒരു സൂചനകളും തരുന്നില്ല. എന്താണ് നമ്മുടെ പത്മയ്ക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ചെറിയൊരു പ്രൊമോയാണ് വന്നതെങ്കിലും അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം കേട്ടോ. പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ചില കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും അമ്പാടിയും പത്മയും തന്നെയുള്ള സീനുകളാണ് കേട്ടോ. അതിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളാണ് നമ്മൾ കണ്ടത്. പത്മയും അമ്പാടിയും വളരെ അടുത്തു എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലായി. കാരണം പത്മയെ എന്ത് വില കൊടുത്തും ഇപ്പോൾ അമ്പാടി സംരക്ഷിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി കേട്ടോ. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. കാരണം ഏത് രീതിയിലാണെങ്കിലും പത്മയെ അമ്പാടി രക്ഷിക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പലപ്പോഴും തോന്നിയിരുന്നു. പിന്നീട് ഇന്ന് പത്മ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അമ്പാടിക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെ അമ്പാടി ഉള്ളപ്പോൾ അത് സംഭവിച്ചു എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇന്ന് അമ്പാടിയും പത്മയും ഒരുമിച്ച് കോടതിയിലേക്ക് വരുന്ന സീനുകൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പത്മയോട് തനിക്ക് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് അമ്പാടി വീണ്ടും തെളിയിക്കുകയാണ്. പണ്ട് എനിക്ക് കുപ്പിവളകളാണ് ഇഷ്ടം, ഈ പ്ലാസ്റ്റിക് വളകളേക്കാൾ എനിക്ക് കുപ്പിവളകളാണ് ഇഷ്ടമെന്ന് പത്മ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ച് ആ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ പത്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. പത്മയ്ക്ക് വളരെ സന്തോഷമായി എന്ന് നമുക്ക് മുഖത്തു നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് അമ്പാടി തന്നെ തൻ്റെ കയ്യിലിട്ട് തരണമെന്ന് പത്മ പറയുന്ന സീനുകളും ഉണ്ടായിരുന്നു. ഈ സീനുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും കഴിഞ്ഞ ആഴ്ച വന്ന എപ്പിസോഡുകളും അതിൻ്റെ പ്രൊമോസിലൊക്കെ നമുക്കറിയാം പത്മ കൊല്ലപ്പെടും എന്ന രീതിയിലാണ്. അപ്പോൾ ഈ സീനുകളൊക്കെ കാണുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ മനസ്സിൽ വിഷമവും വരുന്നുണ്ടായിരുന്നു അല്ലേ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള സീനുകളുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ കോടതി മുറിയിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടു. അവിടെ വെച്ച് നല്ല രീതിയിൽ അഞ്ജലിക്ക് രാഘവനുണ്ണിയെ നേരിടാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കറിയാലോ, രാഘവനുണ്ണിയുടെ പ്രധാനമായ ആയുധം എന്ന് പറയുന്നത് അയാളുടെ ദുഷ്ടത നിറഞ്ഞ മനസ്സും അയാളുടെ ചതികളുമാണ് കേട്ടോ. അത് ഇന്ന് സംഭവിക്കുന്നുണ്ട്. അതായത് അയാൾ കേസിൽ വിജയിക്കാൻ വേണ്ടി നല്ലൊരു ആളെപ്പറ്റിയും എത്ര മോശമായ രീതിയിലും അയാൾ കഥകളുണ്ടാക്കും. ഇന്നാണെങ്കിലും കോടതിയിൽ അയാൾ പത്മയെപ്പറ്റി വീണ്ടും വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അതായത് മുരളീനെ മാപ്പ് സാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് പത്മ പോയി കണ്ടിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ മോശമായിട്ട് രീതിയിലൊക്കെ ഒരുപാട് പിന്നെയും അയാൾ പറയുകയാണ്. കോടതിയിൽ വെച്ച് നമ്മുടെ അഞ്ജലി വളരെ ദേഷ്യത്തോടെ ഇതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. എന്താണെങ്കിലും അങ്ങനെ കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം സംഭവിക്കുന്നത്. ജാഫർ സിയയുടെ അടുത്തൊരു പോലീസുകാരൻ വന്നൊരു പേപ്പർ കൊടുക്കുന്നു. അതിൽ ഒരു സന്ദേശമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സന്ദേശം നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത്. അതായത് ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് പത്മ കൊല്ലപ്പെട്ടു എന്നതാണ്. അപ്പോൾ അതിൻ്റെ മൊഴിയായിട്ട് സംഭവം പറഞ്ഞിട്ടുള്ളത് അമ്പാടിയാണ് എന്നും നമ്മുടെ ജാഫർ പറയുന്നുണ്ട്. അപ്പോൾ അമ്പാടി അത് പറയുമ്പോഴാണ് നമുക്കത്
വിശ്വസിക്കാതെ ഇരിക്കാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥയിലെത്തുന്നത്. അതായത് റെയിൽവേ ട്രാക്കിൽ ഒരു ചിന്നിച്ചിതറിയ ബോഡി അത് പത്മയുടേതാണ് എന്ന് അമ്പാടി തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. കാരണം അത് പത്മയാണെന്ന് വിശ്വസിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായ 2 കാര്യങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത് അമ്പാടി മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം റെയിൽവേ ട്രാക്കിൽ ആണ് കണ്ടത് എന്ന്. കാരണം ഇന്ന് നമ്മുടെ പത്മയും അമ്പാടിയും കടന്നു വന്നുകൊണ്ടിരുന്നത് റെയിൽവേ ട്രാക്ക് വഴിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രതീക്ഷകൾ ഇനി ഇല്ല എന്ന് തോന്നിപ്പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു സംഭവം കേൾക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ അഞ്ജലി ഒരുപാട് വിഷമിക്കുന്ന ഒരു സീനുണ്ട്. രാഘവനുണിയും ഷോക്കഡായിപ്പോയി. അയാളൊട്ടും പ്രതീക്ഷയില്ല പത്മ കൊല്ലപ്പെടുമെന്ന്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ഒരു രംഗങ്ങളോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് പോകാം. വളരെ ഷോർട്ട് പ്രൊമോ തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സീനാട്ടോ ആദ്യം കാണുന്നത്. നമുക്കറിയാം അഞ്ജലി എന്താണെങ്കിലും ഈ ഒരു കാര്യം കേട്ടതോട് കൂടിയിട്ട് കോടതിയിൽ വളരെ ഡൗൺ ആയി പോയിട്ടുണ്ടാവും. പല പല കാര്യങ്ങൾ നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. കാരണം ഇനി പത്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പത്മ കേസ് മാത്രമല്ല, പത്മയെ സ്വന്തം അനിയത്തിക്കുട്ടിയായിട്ട് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി കൊണ്ട് നടക്കുന്നത്. ഇനി ഈ കേസ് എങ്ങനെ മുമ്പോട്ട് പോകും? അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടി ഇരിക്കും. എന്താണെങ്കിലും കോടതിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഞ്ജലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് രാഘവനുണ്ണിനെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഹരിയാണ് കടന്നു വരുന്നത്. ഹരിയുടെ ആ മുഖം കാണുമ്പോൾ ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കാനാണ് സത്യത്തിൽ എനിക്ക് ആദ്യം തോന്നിയത് കേട്ടോ. അവൻ്റെ ആ ഒരു അഹങ്കാരത്തോട് കൂടിയിട്ട് എല്ലാം ഞാൻ നേടിയെടുത്തു എന്ന രീതിയിൽ ഹരിയുടെ ആ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ എനിക്ക് അവൻ്റെ മുഖം നോക്കി നല്ലൊരു പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്താണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരീനെ നോക്കി നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ചിരി നീ അധികം ചിരിക്കണ്ട. ചതിയിലൂടെയും വഞ്ചനയിലൂടെ നേടിയെടുത്ത ഈ ചിരി മായാൻ അധികം നാൾ വരത്തില്ല എന്ന് നമ്മുടെ അഞ്ജലി പറയുകയാണ്. അപ്പോഴും വളരെ പുച്ഛത്തോട് കൂടിയിട്ട് ഹരി ചിരിക്കുന്നൊരു സീനാണ് വരുന്നത്. എന്തുകൊണ്ടാണ് രാഘവനുണ്ണി ആ ഒരു സമയത്ത് കാണാത്തത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്രൊമോയിൽ രണ്ടാമത് കാട്ടിയ സീന് ശംഖചക്രത്തിലാണ്. അവിടെ നമ്മുടെ അർജുൻ വളരെ വിഷമിച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. അപ്പോൾ അർജുൻ വാതിൽ ഇടിച്ച് പൊളിച്ച് എന്തൊക്കെയോ പെട്ടെന്ന് പറയുകയാണ്, വേഗം ഇത് തുറക്കില്ലെങ്കിൽ ഞാനിതെല്ലാം കൂടെ അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയും കിടന്ന് ആകെ ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചക്രത്തിലുള്ള എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്. അർജുൻ്റെ ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ കേട്ട് അവസാനം നന്ദിനിക്ക് പോലും സങ്കടം വരുന്നുണ്ട് എന്ന് പ്രൊമോയിൽ നമുക്ക് കാണാം. താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് നന്ദിനി പോലും ചിന്തിച്ച് തുടങ്ങി എന്ന് നമുക്ക് പ്രൊമോയിൽ കണ്ടപ്പോൾ തോന്നി കേട്ടോ. എന്താണെങ്കിലും വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്രൊമോ ആയിരുന്നു വന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമ്മൾ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.